അങ്ങനെ ഞാൻ ഈ ഇന്റർനെറ്റിൽ ആൾക്കാർ പറയുന്നൊന്നും കേൾക്കാതെ അയൺ ഹാർട്ട് കണ്ടു. ഉള്ളത് പറയാലോ, ഇതിന്റെ ഹെയ്റ്റ് ഉണ്ടല്ലോ ഫുള്ളി ഫോഴ്സ്ഡ് ആണ്. ഇവർ പറയുന്ന പോലത്തെ ഒരു പ്രശ്നവും അതിലില്ല. ഡീസന്റ് വാച്ച്. ഇവരുടെ വാണ കുറെ സീരീസ് ഇല്ലേ, ഈ ഷീ ഹൾക്ക്, എക്കോസ്, സീക്രട്ട് ഇൻവേഷൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറഞ്ഞില്ലേ, അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. ആകെ 6 എപ്പിസോഡേ ഉള്ളൂ. കഥയൊന്നും ശരിക്കും പോരാ, കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു അവസാനം. ഈ ഇന്റർനെറ്റിലെ ആൾക്കാർ ഈ എക്സിൽ ഓരോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതൊന്നും അല്ല ആക്ച്വലി ഇവിടെ നടക്കുന്നത്. പിന്നെ ചില കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യം തന്നെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഈ അയൺമാൻ, ഈ നമ്മുടെ ടോണി സ്റ്റാർക്ക് ബില്യണർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര സെറ്റപ്പ് ആയത്, അയൺമാൻ ആയത് എന്ന് പറയുന്നുണ്ട്. അത് ആദ്യം കേൾക്കുമ്പോൾ ഇതെന്തടവന്മാർ ഇങ്ങനെ പറയുന്നത് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് ചിന്തിക്കുമ്പോൾ സംഭവം അത് അവരുടെ ഭാഗം ന്യായമുണ്ട്. കാരണം അവർക്ക് ഒരു സാധനം ഈ സൂട്ടിൽ ഒരു നട്ടും ബോൾട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ മേടിക്കണമെങ്കിൽ അവർ അമ്മാതിരി ടാസ്ക് ഒക്കെയാണ് അതിൽ ചെയ്യുന്നത്. ഈ പൈസ ഇല്ലാത്തവൻ സൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് അതിൽ കാണിക്കുന്നത് ബേസിക്കലി. അതുകൊണ്ടാണ് അവർ അത് അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ടോണി സ്റ്റാർക്കിനെ പുച്ഛിക്കുക അല്ലത്. ഇതൊക്കെ ആരോട് പറയാൻ? ഇവർക്ക് കുറെ വ്യൂസും കുറെ ആൾക്കാർ അടിയിൽ വന്ന് കമന്റിൽ ചീത്ത വിളിക്കണം. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ഇവന്മാരൊന്നും എന്തായാലും ഇത് ഫുള്ള് കണ്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ലാസ്റ്റ് ഓഫ് അസിൽ തന്നെ ഇതിലും ഇതന്നെ ഇങ്ങനെ ചെറിയ പെമ്പിള്ളേരനെ വിളിച്ച് കൊണ്ടുവരിക, എന്നിട്ട് അവരുടെ ഇന്റർനെറ്റിലുള്ളവരിനെ കൊണ്ട് തെറിവിളിപ്പിക്കുക. ഇതന്നെ ഇവരുടെ പണി. അവരുടെ കരിയറിനെ ആക്ച്വലി നശിപ്പിക്കല്ലേ ഇത് എന്തിനാണാവോ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പിടിയില്ല.